പറ്റി പറയാൻ തുടങ്ങിയാലും ശുഷ്കാന്തിയുണ്ട്, മുടിക്കാൻ ചെന്നാലും അവിടെ ശുഷ്കാന്തിയുണ്ട്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ മുടിച്ചവൻ ഇങ്ങനെ പറഞ്ഞ് ആർജിതമായതും ജനിച്ചതുമായ പാരമ്പര്യത്തിന്റെ മുഴുവൻ ശക്തികളെയും ഒറ്റ വാക്കുകൊണ്ട് താൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് തിരിച്ചറിയണമെങ്കിൽ, ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ എനിക്ക് അവനെ അറിയണമെങ്കിൽ, അവനെ എനിക്കറിയണമെങ്കിൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണുവാൻ കഴിയണം. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇന്ന് രാത്രിയിൽ ജനത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് രാത്രിയിൽ പാരമ്പര്യത്തിന്റെ ആഴങ്ങളെക്കാൾ, ഇന്ന് രാത്രിയിൽ ആർജിതമാക്കിയ സ്വകാര്യ ലാഭങ്ങളെ കുറിച്ച് അറിയുന്നതിനേക്കാൾ യേശുവിനെ കുറിച്ച് എനിക്കൊരു വെളിപ്പാട് അതിന്റെ പൂർണ്ണ അളവിൽ ലഭിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ ആര് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. പൗലോസ്ലീഹ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാക്ക് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം. കൊരിന്ത്യ ലേഖനത്തിലാണ് ദൈവത്തിന്റെ ദാസൻ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ന് താൻ അവിടെ ഉദ്ദേശിച്ചത് അന്നത്തെ വിദ്യാസമ്പന്നന്മാരായ യവനായ പണ്ഡിതന്മാർ. പൗലോസ് തന്നെ ഒരു യവനായ പണ്ഡിതനായിരുന്നു. താൻ അഥേനയിൽ നിന്നുകൊണ്ട് അരയോമക കുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ യവനായ കവി സെറിന്തസിന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സന്താനമല്ലോ എന്ന് നിങ്ങളുടെ കവിവരന്മാരിൽ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സെറിന്തസിന്റെ കാവ്യം പഠിച്ച യവനായ പണ്ഡിതനായ മനുഷ്യൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യവനായ ലോകത്തിലെ പ്രഭുക്കന്മാർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ല. താനെന്ന് പറയുമ്പോ യവനായ പണ്ഡിതന്മാര് മാത്രമല്ല, ന്യായപ്രമാണം കയ്യിൽ വെച്ചോണ്ട് അതിനെ സ്വത്താക്കി വെച്ചിരിക്കുന്ന യഹൂദ മതപണ്ഡിതന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവിടെ കൊണ്ട് താൻ നിർത്തിയില്ല. ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ വെളിപ്പാട് ലഭിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില കണ്ണുകളെ തുറക്കാൻ നാം ഇന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി അവനെ കുറിച്ചുള്ള വെളിപ്പാട് ദേശത്ത് മിന്നിമറയാതെ അടക്കി വെച്ച ശക്തികളുടെ മേലാണ് സ്തോത്രം ചെയ്ത് നാം ജയമെടുത്തത്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തന്ന ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രി പറയട്ടെ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനെ മറച്ചു കിടക്കുന്ന പാരമ്പര്യത്തെ അഴിച്ചു മാറ്റിയിട്ട്, അതിന്റെ പിന്നിലുള്ള ശക്തികളെ അഴിച്ചു മാറ്റിയിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയതിനാൽ ഭാഗ്യം ലഭിച്ചോണ്ട് രണ്ടുപേരെ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രിയിൽ നന്ദിയോടെ അല്പസമയം സ്തോത്രം ചെയ്താണ്, നന്ദിയോടെ അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താണ്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് തിരിച്ചറിയാഞ്ഞത്, പാരമ്പര്യവാദികൾക്ക് തിരിച്ചറിയാഞ്ഞ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവര് പിശാചി കേൾക്കുമാർ ഒരു സ്തോത്രം ചെയ്താട്ട്, ലോകം കേൾക്കുമാർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ ലോകത്തിൽ ലാഭമായിരുന്ന ചിലതിനെ ഛേദമെന്നെങ്കിൽ കണ്ടതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വെളിപ്പാട് നിനക്ക് ലഭിക്കാനിടയായി തീർന്നു. 75 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനും 65 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയും സദ്ദാം ഹുസൈൻ വാണിരുന്ന ഇറാഖിൽ നിന്ന് ഒരു 35 മൈല് കിഴക്കോട്ട് മാറി പഴയ കാലങ്ങളിൽ 4000 കൊല്ലം മുമ്പ് അതിമനോഹരമായൊരു മെട്രോ നഗരമുണ്ടായിരുന്നു. 25,000 ജനങ്ങൾ വസിച്ച കൽദയ പട്ടണമായ ഊര്, ചരിത്ര നഗരം. ഈ നഗരത്തിന്റെ പടിവാതിലിന്റെ അപ്പുറത്ത്
ആ നഗരത്തിലെ ആളുകൾ, ആ ചെറുപട്ടണത്തിലെ ആളുകൾ ഒരു കാഴ്ച കണ്ടു. 75 വയസ്സ് പ്രായമുള്ള അപ്പച്ചനും 65 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയും കൂടെ കയ്യെ പിടിച്ചുകൊണ്ട് പട്ടണവാതിലിന് പുറത്തോട്ട് ഇറങ്ങുക. ഒരു വശത്ത് സഹോദരപുത്രന്റെ മറുവശത്ത് അപ്പനെയും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങുക. പട്ടണവാതിലിന്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ നാട്ടിലെ ആളുകൾ, അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിച്ച ഒരു ചോദ്യമായിരിക്കും, എങ്ങോട്ടാ യാത്ര? മറുപടി നിങ്ങൾക്കറിയാം, കാണിപ്പാനിരിക്കുന്ന ദേശം. മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇപ്പുറത്തെ അച്ചായനും അപ്പുറത്തെ അമ്മച്ചിയും ഒക്കെ ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞ് ആ സ്ഥലത്തിന്റെ പേര്. പല സ്ഥലത്തിന്റെയും പേര് കേട്ടിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് കേട്ടിട്ടുണ്ട്, ശേഖേം എന്ന് കേട്ടിട്ടുണ്ട്, മിസ്രയീം എന്ന് കേട്ടിട്ടുണ്ട്, അശൂർ എന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് ഇന്ന് വരെ കേട്ടില്ലോ, കാണിപ്പാനിരിക്കുന്ന ദേശം. 5 പേര് ഒരുമിച്ച് ചോദിച്ചാൽ ചിലരുടെ കാല് പുറകോട്ട് പോകുമ്പോൾ 50 പേര് ഒരുമിച്ച് ചോദിച്ചാലും 5000 പേര് ഒരുമിച്ച് ചോദിച്ചാലും ആ മനുഷ്യന്റെ കാലുകളെ പുറകോട്ട് പിടിക്കാൻ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല. ഉറച്ച കാൽവയ്പ്പുകളോടെ, ദൃഢമായ കാൽപാദങ്ങളോടുകൂടെ ആ നഗരത്തോട് യാത്ര പറഞ്ഞിറങ്ങുമ്പം അവിടുത്തെ കുടുംബശ്രീയിലെല്ലാം വന്നിരിക്കുന്ന ഒരു അഭിപ്രായം വേദപുസ്തകത്തിലില്ലെങ്കിൽ ഞാനങ്ങ് പറയാം. അതിലൊരു മിടുക്കിയായ ആന്റി പറഞ്ഞു, അതെ, കാരണം ഞാൻ പറയാം, നമ്മുടെ മധ്യ കേരളത്തിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ, വിശേഷം വല്ലതും ഉണ്ടോ എന്ന്. അതിനൊരു ഗൂഢാർത്ഥമുണ്ട്. അപ്പൊ കുറെ കാലമായിട്ട് ഈ ചോദ്യം ചോദിച്ച് മടുത്ത് പിള്ളേരില്ലാത്ത സങ്കടത്തിനായി ഇവിടുന്ന് പോന്നെന്ന് ഒരു മിടുക്കി പറഞ്ഞു. അല്ല, പിള്ളേരില്ലാത്ത സങ്കടത്തിനല്ല. വേറെ ചിലര് പറഞ്ഞു, അല്ലേലും അവൻ ഇറങ്ങി തിരിച്ചത് കണ്ണു കണ്ടോനോ, വല്ല ഡോളറോ വല്ല അമേരിക്കയോ വല്ല വീസായോ ഏതാണ്ടോ കണ്ടോണ്ട് ഇതുകൊണ്ട് വല്ല പുറത്തിറങ്ങിയത്. എന്തുകൊണ്ടാ പുറത്തിറങ്ങിയെന്ന് പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ രേഖപ്പെടുത്തപ്പെട്ട ഏക പ്രസംഗത്തെക്കുറിച്ച് അതിനകത്ത് ഡോക്ടർ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് അതും വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 7:2. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവത്തെ കണ്ടു. തേജോമയനായ ദൈവം ഒരുവന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നാൽ അവന്റെ കാലിനെ പിടിച്ചു നിർത്താൻ ഒരു പാരമ്പര്യവാദിക്കും കഴിയത്തില്ല. അവൻ കണ്ട ദർശനത്തെ പിടിച്ചു നിർത്താൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അവന്റെ കാലുകൾ മുന്നോട്ടാ. എവിടെ താമസിക്കും ഈ ചോദ്യത്തിന് മറുപടി കാണത്തില്ല, പക്ഷേ വിളിച്ചവൻ വിശ്വസ്തൻ. എവിടെ ആരാധിക്കും ഈ ചോദ്യത്തിന് മറുപടി കാണത്തില്ല, പക്ഷേ വിളിച്ചവൻ വിശ്വസ്തൻ. എവിടെ മകളുടെ കല്യാണം നടത്തും മറുപടി അന്നേരം കാണത്തില്ല, പക്ഷെ ദൈവം വിശ്വസ്തൻ. എവിടെ ശവമടക്കും അതിന് അന്നേരം മറുപടി കാണത്തില്ല, പക്ഷെ വിളിച്ചവൻ വിശ്വസ്തൻ. വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് പുറത്തിറങ്ങിയാൽ 4 വഴിയും അടച്ചാലും 5ാമതൊരു വഴി വെള്ളത്തിനകത്തുനിന്ന് പൊക്കിയെടുത്ത് തന്ന് അതിന്റെ നടുവിലൂടെ നടത്താൻ അവൻ ശക്തനും വല്ലവനും വിശ്വസ്തനുമാണെന്ന് ആരുറച്ചോ അവരുടെ കയ്യിൽ നിന്ന് വരെ വിട്ടിട്ടില്ല. അതുകൊണ്ട് കാൽപാദങ്ങൾ ദൃഢമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ കാരണം തേജസ്സിന്റെ കർത്താവിനെ കണ്ടതുകൊണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിന്റെ മഹത്വത്തെ, തേജസ്സിനെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കണ്ണ് തുറന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. യേശുവിന്റെ തേജസ്സിനെയും യേശുവിന്റെ മഹത്വത്തെയും വെളിപ്പെടുത്തുന്ന 2 കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ദൂതന്റെ ഉള്ളിലോട്ട് ചാടിക്കടക്കാൻ തുടങ്ങുകയാണ്. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തേജസ്സവും മഹത്വവും വർണ്ണിക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യം പറയാം. തന്നെ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി സ്തോത്രം, നമ്മുടെ കർത്താവ് ഒരു മഹാനഗരം ഒരുക്കുക. നരകമല്ല, ഒരു മഹാനഗരം. ചാടിയിറങ്ങിയത് അബദ്ധമല്ല. ചിലര് നിന്ദിച്ച് പറഞ്ഞപ്പോൾ മുഖം കരഞ്ഞത്, കണ്ണുനീരൊഴുകിയത് വെറുതെയല്ല. ഇത് മുഴുവൻ തുരുത്തിയിൽ ശേഖരിച്ച് വെച്ച് എണ്ണം പറഞ്ഞ് മറുപടി നൽകുവാൻ തക്കവണ്ണം തമ്പുരാൻ കാത്തിരിക്കുക. കൂലി അവന്റെ പക്കലുണ്ട്, പ്രതിഫലം അവന്റെ പക്കലുണ്ട്. ന്യായമായി വിധിക്കുന്നവന്റെ അടുക്കൽ നിന്ന് സത്യമായ വിധി കടന്നു വരുമ്പോൾ കാര്യം തീർക്കുന്ന നാളിൽ കുഴച്ചിൽ കൂടാതെ നിൽക്കാൻ കഴിയുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ആ വിധിപത്രത്തിന്റെ ദിവസത്തിൽ വിധി പറയാൻ ദൈവം ഉപയോഗിക്കുന്ന അളവുകോൽ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യവർഗത്തെ മുഴുവൻ സ്വർഗത്തിലെ ദൈവം വിധിക്കാൻ പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ?
പിതാവ് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 5, ഞാൻ ഒന്നിനും വിധിക്കാൻ പോകുന്നില്ല, എന്റെ പുത്രൻ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നത് പോലെ എന്റെ പുത്രനും മഹത്വപ്പെടാൻ വേണ്ടി വിധി മുഴുവൻ ഞാൻ എന്റെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പുത്രൻ പറഞ്ഞ എന്നാന്നറിയാമോ? യോഹന്നാൻ 12 പുത്രൻ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് വയ്യ, ഞാൻ ചോര കൊടുത്ത് വീണ്ടെടുത്ത് സ്വർഗത്തിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയ ഈ ജനത്തെ വിധിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറയാം. വിധിക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിക്കാൻ പോവാ, ഒന്നിനെ ഏൽപ്പിക്കാൻ പോവാ, എന്റെ വായിൽ നിന്ന് വന്ന വചനം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ളവർ ഓർത്തോണം, ഞാൻ ഉയർത്തിപ്പിടിച്ച യേശുവിന്റെ വചനത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലെ നീതിന്യായ കോടതി നിന്നെ വിധിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം തീർക്കുന്ന നാളിൽ അവിടെ നിന്നോണ്ട് കരങ്ങളും കാലുകളും കുഴയാതെ നിൽക്കണമെങ്കിൽ ഈ വചനത്തിന്റെ സത്യത്തിലാണ് വിധിക്കാൻ പോകുന്നത്. യേശു പറഞ്ഞു, എനിക്ക് വിധിക്കാൻ വയ്യ, ഞാൻ അവന് വേണ്ടി ചോര കൊടുക്കാൻ ഇറങ്ങി വന്നോനാ. ഹല്ലേലൂയ. ആ കർത്താവിന് നമ്മളെ വിധിക്കാൻ എളുപ്പമല്ല, അവൻ വിധിക്കത്തില്ല, അവൻ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാ. യേശു അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിധിക്കാൻ വയ്യ. ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോ യേശുവിന് കിരീടവും വടിയും ഒക്കെ കൊണ്ട് കൊടുത്തവരുണ്ട്. 5 അപ്പവും 2 മീനും ഒക്കെ ഇരട്ടി തിന്ന് വയറൊക്കെ വീർത്ത് കഴിഞ്ഞുകൊണ്ട് ജനമെല്ലാം കൂടെ പറഞ്ഞു, നിന്നെ ഇപ്പൊ ഞങ്ങൾ രാജാവാക്കാൻ പോവാ. പത്രോസിന്റെ മുഖത്തോട്ട് നോക്കി എടുത്തോണ്ട് വാ ഉടുപ്പ്, അന്ത്രയോസിന്റെ മുഖത്തോട്ട് നോക്കി എടുത്തോണ്ട് വാ വടി, യൂദായുടെ മുഖത്തോട്ട് നോക്കി എടുത്തോണ്ട് വാ മുടി. ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. യേശുവിന് അറിയാം അന്ന് താൻ ഇറങ്ങി വന്നത് ഭരിക്കാനല്ല, മരിക്കാനാ. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് ആരെയും വിധിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് താൻ പ്രഖ്യാപിച്ചു, എനിക്ക് വിധിക്കാൻ വയ്യ, പക്ഷെ വിധിയുണ്ട്. വെറുതെ വിടത്തില്ല, വെറുതെ വിടത്തില്ല. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവരുടെ ഞങ്ങൾക്കിത് പറഞ്ഞാലേ പറ്റത്തുള്ളൂ, യോഗത്തിൽ ഇത് വിളിച്ചു പറഞ്ഞാലേ പറ്റത്തുള്ളൂ. വിധിക്കപ്പെടുന്നേ. ഹല്ലേലൂയ. വിശ്വാസിയും വിധിക്കപ്പെടും, അവിശ്വാസിയും വിധിക്കപ്പെടും, IPC-കാരനും വിധിക്കപ്പെടും, ഷാരോൺകാരനും വിധിക്കപ്പെടും, ഏത് സഭയിലുള്ളവരും വിധിക്കപ്പെടും, ആ ബാലവൃദ്ധ മനുഷ്യരും വിധിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വിധി കർത്തൃത്വത്തിന് മുമ്പിൽ ഒരു ദിവസം നിന്നേ മതിയാകൂ. ഒന്നുകിൽ മധ്യാകാശത്തിൽ, അല്ലെങ്കിൽ നീ ഒടുവിലത്തെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ. ഇത് രണ്ടിൽ ഒന്നിന്റെ മുമ്പിൽ യഹൂദനൊഴികെ സകല മനുഷ്യനും നിന്നേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏതു മനുഷ്യനും ഇന്ന് രാത്രിയിൽ ഈ വിധി കർത്തൃത്വത്തിന് മുമ്പിൽ കാലുകൾ നിവരെ നിൽക്കുവാൻ, കരങ്ങൾ നിവരെ നിൽക്കുവാൻ നീ ശ്രദ്ധിക്കേണ്ട ഒരു മുഴക്കോൽ മാത്രമേ ഉള്ളൂ. ഇത് ദൈവത്തിന്റെ വിധിന്യായമാണ്. രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയനായി, പീനൽ കോഡിന് വിധേയനായി രാജ്യത്തിലെ ജഡ്ജി നിയമം പുറത്തു കൊണ്ടുവരുന്നത് പോലെ ഈ വിശുദ്ധ വചനത്തിനകത്ത് എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിന്റെ വിധി എന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്ന വചനത്തെ ഇന്ന് രാത്രി നിങ്ങൾ വിധിക്കേണ്ടത് പ്രസംഗിക്കുന്നവന്റെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലല്ല, പ്രസംഗിക്കുന്നവന്റെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ഇത് ശരിയാണ്, ആമേൻ പറഞ്ഞോണം. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്, കർത്താവ് തന്നെ അത്രയ്ക്ക് സ്നേഹിക്കുകയാണ്. ഇത് പറയുന്ന സമയത്ത് ഞാൻ ആത്മാവിൽ ഒരു കാര്യം തിരിച്ചറിയുന്നു, ആരുടെയോ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക. ആരുടെ ഉള്ളിലോ ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സദാകാലവും വാദിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഇന്ന് രാത്രി ചെവി കൊടുത്ത് വചനത്തിലേക്ക് നീ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. വചനം വിളിച്ചു പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണം. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് വിധേയമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്ക് കഴിയും? അതെ, പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. ഇന്ന് രാത്രി യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് അവന്റെ രക്തം വാരിപ്പുരട്ടി, അത് മാത്രമാണ് പാപമോചനത്തിന് വഴിയെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, മറ്റ് രണ്ടാമതൊരു മാർഗമില്ല. ധന്യനായ പത്രോസ്ലീഹ സഭയുടെ ഉദ്ഘാടന ദിവസം
അവിടെ നിന്നുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. തോമസ് ഫിലിപ്പ് പറഞ്ഞതല്ല. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞ് ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ മാനസാന്തരപ്പെട്ടേ മതിയാകും. നിർത്തിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ ഞങ്ങളും അവിടെ കൊണ്ട് നിർത്തിയേനെ. പത്രോസ്ലീഹ നിർത്താതിരുന്നുകൊണ്ട് ഞങ്ങളും അങ്ങ് തുടരുക. പത്രോസ്ലീഹ മാനസാന്തരപ്പെട്ടു, ആമേന്ന് പറഞ്ഞ് നിർത്തിയായിരുന്നെങ്കിൽ അച്ചക്കുഞ്ഞ് സാറും ഞാനും കുര്യച്ചാനും ഒക്കെ ഞങ്ങളും നിർത്തിയേനെ. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയില്ല. അടുത്ത വാക്ക് പറഞ്ഞു, മാനസാന്തരപ്പെട്ടവൻ അവിടെ കൊണ്ട് നിർത്താതെ മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടണമെന്ന് പത്രോസ്ലീഹ പറഞ്ഞു. തുടങ്ങിയെന്നൊന്നും ചിന്തിക്കരുത്. ഇത് പറയുന്നത് സത്യമാണെങ്കിൽ അതിനു മുമ്പേ മുട്ടുമടക്കിക്കണം. ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ അനേകരോട് സംവാദിക്കുമ്പോ പറയാറുണ്ട്, ഈ തോമസ് ഫിലിപ്പ് പറയുന്നൊന്നും കേൾക്കണ്ട. ഈ തിരുസഭ നിലനിൽക്കുന്നത് അത് കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. തിരുസഭ നിലനിൽക്കുന്നതൊക്കെ കെട്ടിടം തല്ലിപ്പൊട്ടിക്കാനും തീവെക്കാനൊക്കെയോ വടക്കേണ്ടിയ മൊത്തം അങ്ങ് തീവെക്കും തോറും തീക്കൊള്ളി പോയി പാഞ്ഞില്ലെന്ന പോലെ ദൈവത്തിന്റെ സഭ അങ്ങ് പടർന്നുകൊണ്ടിരിക്കുക. തല്ലി ഒതുക്കാനൊക്കത്തില്ല. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ തടവറ കിടന്നുകൊണ്ട് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞു, വചനം പറയുന്നതിനെ വേണേ പിടിച്ച് ബന്ധിക്കാം, യോഗത്തിന് പോകാതിരിക്കാൻ പറയാം, പക്ഷെ വചനത്തിന് ബന്ധനമില്ല. അത് തീപ്പന്തം പോലെ ആളിക്കടരി അങ്ങ് കത്തും. ഈ വേദപുസ്തകത്തെയാണല്ലോ പലർക്കും പേടി. ഹല്ലേലൂയ. വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലോട്ട് തർജ്ജമ ചെയ്യാൻ വേണ്ടി വില്യം ടില്ലർ എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യന് ഇംഗ്ലണ്ടിൽ വന്നപ്പം അന്നത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി, രക്തമേരി എന്നറിയപ്പെടുന്ന ഭരണാധികാരിക്ക് ദേഷ്യം തോന്നിയിട്ട് ലണ്ടനിലെ തെംസ് നദി തുറമുഖത്ത് ചെന്ന് അവിടുത്തെ ആ വെള്ളത്തിന്റെ ഇപ്പുറത്ത് വെച്ച് വില്യം ടിൻഡെയിലിനെ ജീവനോടെ കത്തിച്ചു കളഞ്ഞു. ദേഷ്യം പോരാഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പം 8 പട്ടാളക്കാരെ വിട്ട് വേഗാത്ത എല്ലാം കൂടെ എടുത്ത് പെട്രോൾ അതിന്റെ പുറത്തോട്ട് ഒഴിച്ച് അത് കത്തിച്ച് അവരുടെ ദേഷ്യം തീർത്ത് ആ ചാരമെടുത്ത് തെംസ് നദിയിലെ വെള്ളത്തിനകത്ത് ഒഴുക്കി. എന്നിട്ട് മിടുക്കിയാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തെംസ് നദിയുടെ അങ്ങേക്കരയിൽ നിന്നോണ്ട് നവീകരണത്തിന്റെ ഉദയനക്ഷത്രമായ മാർട്ടിൻ ലൂതർ ഒരു പ്രവചനം വിളിച്ചു പറഞ്ഞു. മാർട്ടിൻ ലൂതർ വിളിച്ചു പറഞ്ഞു, മേരി രാജ്ഞിയെ, നീ വില്യം ടിൻഡെയിലിന്റെ ചാരമെടുത്ത് തെംസ് നദിയിൽ ഒഴിക്കും, പക്ഷെ നീ ചാകുന്നതിന് മുമ്പേ ഒരു കാഴ്ച കാണാൻ പോവാ. ലണ്ടനിലെ തെംസ് നദിക്കകത്തുനിന്ന് വെള്ളം ഒഴുകി അത് അറ്റ്ലാന്റിക്കിൽ ചെല്ലും, അവിടുന്ന് പസഫിക്കിൽ ചെല്ലും, അവിടുന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചെല്ലും, അവിടുന്ന് അറബിക്കടലിൽ വരും. ലോകത്തിൽ എവിടെല്ലാം വെള്ളമുണ്ടോ ഈ ചാരം അവിടെല്ലാം ഒഴുകി ചെല്ലുന്നത് പോലെ നിന്റെ തലമുറ തീരുന്നതിന് മുമ്പേ ഈ വചനം ആളിപ്പടരുമെന്ന് ലണ്ടന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ മാർട്ടിൻ ലൂതർ പ്രവചിച്ച പ്രവചനം അത് പരിഹരിക്കാൻ, ആ നിറവേറാൻ 100 കൊല്ലം വേണ്ടി വന്നില്ല. 38 കൊല്ലം തികയുന്നതിന് മുമ്പേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോകം മുഴുവൻ പോയി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടെ പോയപ്പോ ചാപ്പളയന്മാരെ കൂടെ കൊണ്ടുപോയപ്പോൾ അവർ വേദപുസ്തകം കൂടെ കൊണ്ടുപോയി. ഇങ്ങോട്ട് വില്യം കയറി വന്ന് വേദപുസ്തകം ഇവിടെ വന്ന് 5 ഭാഷ തർജ്ജമ ചെയ്തു. അങ്ങോട്ട് പോയി അവർ തർജ്ജമ ചെയ്തു. ബർമയിൽ ചെന്ന് അഡോൾറാം ജഡ്സൺ ചെന്നു, ചൈനയിൽ ചെന്ന് അവർ ഹഡ്സൺ ടൈലർ എന്നു. തെക്കും മടക്കും വെള്ളം എവിടൊക്കെ ചെല്ലുമോ അതുപോലെ ആളിപ്പടർന്ന് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കൊണ്ട് യേശു ഈ വചനത്തെ ഈ ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതായ സകല ശക്തികളെയും ഇന്ന് രാത്രി മഹാപ്രവാഹം പോലെ ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി അടിച്ചു മാറ്റിയിട്ട് ഈ പ്രവാഹത്തിന്റെ ഉള്ളിലേക്ക് 10,000 കടന്നു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ചലിക്കണമെന്ന്. കാരണം ഞങ്ങളൊക്കെ പോകുന്ന വഴിക്ക് നോർത്ത് ഇന്ത്യയില് അലഹബാദില് RB ലാലിന്റെ സഭയില് ഇപ്പൊ 60,000 പേരാ ഉള്ളത്. അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ചെല്ലുമ്പോൾ 1000-കണക്കിന് ആളുകളാ ഉള്ളത്. ഇന്ന് രാവിലെ ഞങ്ങളുടെ സെന്ററിലെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. അവിടെ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതായ ഒരു സഹോദരന്മാര് നോർത്ത് ഇന്ത്യ സോൾ വിന്നേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ 6-ാം തീയതി TS എബ്രഹാം സാറൊക്കെ വരുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇന്ന് പകൽക്കാലം ഒരു സഹോദരി കടന്നു വന്നു. വാജ്പേയിയുടെ ബന്ധക്കാരിയായ ഒരു സഹോദരിയാണ്. UP യിൽ നിന്ന് മധ്യപ്രദേശിൽ ബെടുവായി വന്ന് താമസിക്കുന്ന 600 ഏക്കർ ഭർത്താവിന്റെ നിലം. പ്രൈസ് ദി ലോർഡ്. ജനിച്ചപ്പോ തൊട്ട് ഒരു സിനിമയും കണ്ടിട്ടില്ല, പൂജ മാത്രമേ നടത്തിയിട്ടുള്ളൂ.
അത്യഗാധമായ ബ്രാഹ്മണ പുരോഹിത കുടുംബത്തിൽ നിന്ന് വന്ന ഈ സ്ത്രീ ഒരു ദിവസം അറിയാതെ ടെലിവിഷൻ ചാനൽ തുറന്നപ്പോൾ TBN നിന്നുള്ളതായ ആ ഒരു പ്രത്യേക സന്ദേശം അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. യേശു അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇന്ന് അവൾ സ്നാനപ്പെട്ടു, അവളുടെ ഭർത്താവ് സ്നാനപ്പെട്ടു. MBAക്ക് നോർത്ത് ഇന്ത്യ പഠിക്കുന്ന അവരുടെ കുട്ടി സുവിശേഷം പറഞ്ഞതിന്റെ ഫലമായിട്ട് 24 പേര് ഹോസ്റ്റലിൽ നിന്ന് സ്നാനപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ നോർത്ത് ഇന്ത്യയിൽ അരങ്ങേറി വരുമ്പോൾ ഈ പാവപ്പെട്ട ഭൂമിയിൽ നിന്ന് ഞങ്ങളും കരഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ആവർത്തിക്കണമെന്ന് കണ്ണൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ അങ്ങേയറ്റമായ ആ കണ്ണൂരില് തുടങ്ങിക്കഴിഞ്ഞ സംഭവം മുണ്ടിയപ്പള്ളിയിൽ ആവർത്തിക്കാൻ പോകുകയാണ്. ദൈവവചനത്തിന് ബന്ധനമില്ലാത്തത് കൊണ്ട് ഈ വചനത്തിന്റെ സത്യത്തിന്റെ ഉള്ളിലേക്ക് ജനങ്ങൾ ചാടി പറമെന്ന് വിശ്വസിക്കുന്നവര് കാര്യം കാട്ടി യേശുവിന് മഹത്വം കൊടുക്കാൻ വചനത്തിന് ബന്ധനമില്ല. ഇതിനകത്തൊരു സത്യമായ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കാൻ കൃപ നൽകട്ടെ. വേദപുസ്തകം വിളിക്കുന്ന ഒരു വാക്ക് തിരുവെഴുത്തെന്ന്. മലയാള ഭാഷ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, തിരു എന്ന വാക്ക് സാധാരണക്കാരനോടുള്ള ബന്ധത്തില, രാജാവിനോടുള്ള ബന്ധത്തില. തിരുമേനി, തിരുവുള്ളം, തിരുമനസ് എന്നൊക്കെ പറയുന്ന സാധാരണക്കാരന്റെ കാര്യമല്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് കച്ചക്കുഞ്ഞി സാറ് തിരുവുള്ളം എഴുന്നേറ്റ് പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞ എനിക്ക് ഇച്ചിരി ചമ്മല് തോന്നിയനെ. അതെന്നെ ഉദ്ദേശിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് വലിയ വലിയ ആളുകളെ കുറിച്ച് പറയേണ്ടതാണ്. തിരുമേനും തിരുവുള്ളമൊക്കെ. അതുപോലെ തിരുവെഴുത്തെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ചുമ്മാ ചവിട്ടി ഞായറാഴ്ച ഇരുന്ന് ഏതെങ്കിലും വാചകം വായിച്ച് ജനത്തെ കണ്ണെ പൊടിയിടാനുള്ള സാധനമല്ല. സത്യത്തിന് അനുസരണമായിട്ട് ദൈവം വിധിക്കുന്ന സമയത്ത് ദൈവം വിധിക്കുന്നത് രാജാവിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. വിധിക്കുന്നത് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാകിയ തിരുവെഴുത്ത് പറയുന്നതിന് മുമ്പിൽ ആമേൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വിധി സിംഹാസനത്തിന് മുമ്പിൽ ന്യായമായി വിധിക്ക് മുമ്പിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സത്യത്തിന് ശരിക്കും പറഞ്ഞ 2-3 മുഖമാണ് ഉള്ളത്. എളുപ്പം ഞാനങ്ങ് ദൂതിനകത്ത് വന്നുകൊണ്ട് പറയുകയാണ്, സത്യത്തിന് 2-3 മുഖമാണ് ശരിക്കും ഉള്ളത്. അതിലൊരു മുഖം പറയാം, സത്യമാണെന്നറിഞ്ഞിട്ടും അസത്യത്തെ തിരിച്ചറിഞ്ഞ് അസത്യമാണെന്ന് അറിയാതെ തന്നെ അറിഞ്ഞതാ സത്യം എന്ന് പറയുന്ന ഒരുതരം സത്യം. സത്യമൊന്നും അറിയത്തില്ല, അറിഞ്ഞതാ സത്യം. ആമേൻ. വേറെ ഒന്നുണ്ട്, സത്യം അറിയാമായിരുന്നിട്ടും ആരെയൊക്കെയോ പേടിച്ച് സത്യം മറച്ചു വെക്കുന്ന അസത്യവാദി. നമ്പർ 3, സത്യത്തിന് വേണ്ടി വില കൊടുത്ത് ഇറങ്ങി വരുന്നവൻ. വേദപുസ്തക ഉദാഹരണം ഞാൻ പറയാം. 40 ദിവസത്തെ വിസിറ്റിംഗിന് ദൈവത്തിന്റെ ദാസനായ മോശ ഒരു വിസിറ്റിംഗ് വീസ വാങ്ങിച്ച് സീനായ് മലയുടെ മണ്ട തമ്പുരാന്റെ കൂടി ഇരിക്കുക. ഇപ്പൊ നമുക്ക് 3 മാസമായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ആളെ കിട്ടും. പക്ഷെ അന്ന് കിട്ടിയ ഉപദേശി അത്ര ശരിയല്ലായിരുന്നു. 40 ദിവസം കഴിഞ്ഞുടനെ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ വന്ന് പറഞ്ഞു, മോശയ്ക്ക് എന്നാ ഭവിച്ചെന്ന് അറിയത്തില്ല, ചത്തുപോയെന്ന് തന്നെ അവർ ഉറപ്പാക്കി. അയ്യോ, നമ്മൾ ഈ തീർന്നു പോയെന്ന് ധരിക്കുന്ന പല കാര്യങ്ങൾക്കും തമ്പുരാൻ മെച്ചപ്പെട്ട ഒന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഓർത്തോണം, ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ തമ്പുരാൻ നിഷേധിച്ചെന്നല്ല, മെച്ചപ്പെട്ടയൊന്ന് ദൈവം നിനക്ക് കരുതി വെച്ചോണ്ടിരിക്കുക. ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ ഉടനെ കാളക്കുട്ടിയെ പൊക്കിയെടുത്തോണ്ട് നടക്കരുത്. ചില ദിവസങ്ങൾ താമസിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു കാളക്കുട്ടി ആരോ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അഹരോൻ അവരോട് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. തമ്പുരാൻ എങ്ങനെ അഹരോനോട് സഹിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. വേറെ ആര് പറഞ്ഞാലും അഹരോൻ ഇത് പറയരുതായിരുന്നു. കാരണം മിസ്രയീമിൽ ജീവനുള്ള ദൈവം ആരാന്ന് നീലമതികളുടെ മുമ്പിൽ കണ്ടവനാണ്. ജീവനുള്ള ദൈവം ആരാണെന്ന് മിസ്രയീമിൽ തിരിച്ചറിഞ്ഞ അഹരോനെ, നീ തന്നെ ഇത് പറഞ്ഞാൽ അടി പുറകിന് വരുന്നുണ്ട്. വടി വെട്ടാൻ പോയിട്ടുള്ളു, ബാക്കി പുറകിന് വെച്ചിട്ടുണ്ട്. അയ്യോ, പക്ഷെ ജനം വിചാരിച്ചത് ശരിയാന്ന്. 4 കാലും വാലുമുണ്ട്. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാ. നാണമില്ലയോ ആമേന്ന് പറയാൻ? ആമേൻ പറയുന്നതിന് മുമ്പേ ഇത് ശരിയാന്നൊന്ന് ചിന്തിക്കാനുള്ള ആർജവം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എല്ലാം പറഞ്ഞു 2 ആമേനെ പറഞ്ഞ് പുസ്തകം അടച്ചു വെച്ച് വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് ബെരോവയിലെ ഉത്തമന്മാരെ പോലെ പറയുന്നത് ശരിയാണെന്ന് ഈ പുസ്തകം തുറന്ന് വായിക്കണം. പൊരുൾ തിരിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണ്ട, ഞങ്ങളുടെ ഗോളിലൊന്നും വരണ്ട. ആ നിങ്ങൾ പോകുന്ന വണ്ടിക്കകത്ത് കയറ്റി ഇരുത്താൻ തമ്പുരാൻ ഒരുത്തിനെ അയക്കും. പ്രൈസ് ദി ലോർഡ്.
ഷണ്ണനെ കിട്ടുമെന്നൊന്നും പറഞ്ഞൊന്നുമല്ല പീലിപ്പോസ് പോയത്. പീലിപ്പോസിനെ ദൈവം അയക്കുകയായിരുന്നു. സത്യാന്വേഷിക്ക് വേണ്ടി തുറന്നു വെച്ച പുസ്തകത്തിലെ പൊരുൾ നിനക്ക് തിരിച്ചു തരാൻ ആരുമില്ലെന്ന് നീ ഭയപ്പെടേണ്ട. നിന്റെ വീട്ടിൽ ദൈവം ദൂതുവാഹി അയച്ച് നിനക്ക് മറുപടി നൽകും. സത്യം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ പറയാമോ? അയ്യോ മറിയ തിരിച്ചറിയാത്ത തക്സായുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ആമേൻ പറയുന്നതിന് മുമ്പേ ഇതിന്റെ മലയാള അക്ഷരം ഒന്ന് പൊരുൾ തിരിച്ച് പഠിച്ചിരുന്നെങ്കിൽ സത്യം തിരിച്ചറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, സത്യത്തിന് രണ്ട് മുഖമില്ല, സത്യത്തിന് ഒറ്റ മുഖമേ ഉള്ളൂ. SSLC പരീക്ഷയുടെ മോഡല് ഈയിടെ നടക്കുകയായിരുന്നു. ഈ ഒരു കൊച്ചൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന, കർത്താവേ ഭോപ്പാലിനെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കണേ. ഈ അമ്മച്ചിക്ക് ആകെ ഒരു സങ്കടം, ഭോപ്പാലിനെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കണേന്ന്. ഇവന്റെ പരീക്ഷയ്ക്ക് ജയിക്കാൻ പോലും പ്രാർത്ഥിക്കത്തില്ല, ഭോപ്പാലിനെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കണേ. ഇതുവരെ പ്രാർത്ഥിക്കാത്ത കൊച്ചിൻ എന്തിനാണ് പ്രാർത്ഥിച്ചത്? അപ്പോഴാ മനസ്സിലായത്, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സിമ്പിൾ ചോദ്യം, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? പൊട്ടൻ ഇറങ്ങിയത് ഭോപ്പാലാ. ഇറങ്ങിയപ്പോഴാണ് എല്ലാരും കൂടെ പറഞ്ഞത് ന്യൂഡൽഹിയാടാ ഇന്ത്യയുടെ തലസ്ഥാനം. അന്നോട്ട് പ്രാർത്ഥനയാ, കർത്താവേ നീ എത്ര പ്രാർത്ഥിച്ചാലും കുഞ്ഞാ നടക്കത്തില്ല, സത്യം ഒന്നേ ഉള്ളൂ. രണ്ട് സത്യം ഉണ്ടായിരുന്ന മനസ്സിലാക്കുക, സത്യത്തിന് ഒറ്റ മുഖം മാത്രമേ ഉള്ളൂ, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി നിന്നെ വിധിക്കുന്ന സാക്ഷാൽ സത്യമായ ഈ തിരുവെഴുത്തിന്റെ അകത്തെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കരുത്, സത്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കരുത്. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് തന്റെ ഭക്തന്മാർക്ക് ദൈവം തന്നിരിക്കുന്ന കൊടി ഇന്ന് രാത്രി അവന്റെ തിരുവെഴുത്താണ്. ഇത് നീ ഉയർത്തിപ്പിടിച്ചാൽ ഇത് നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു മുഖം അതിനകത്ത് തന്നെ ഉണ്ട്. അഹരോൻ പറഞ്ഞു, ഇസ്രയേലേ നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായോ യാകുന്ന ഇത് ഞാൻ. ജനമെല്ലാം ആമേൻ പറയുമ്പോഴും അഹരോന്റെ ഉള്ളു കാളുക. 19 കൊല്ലം കഴിഞ്ഞാലും ഉള്ളു കാളിയോൻ മുങ്ങിപ്പൊങ്ങി സ്നാനപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ കണ്ണൂരിൽ തുടങ്ങിയെന്ന് പറഞ്ഞത്. ഉള്ളുകാഞ്ഞു. ഇതിനകത്ത് നിന്ന് സംഗതി ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ഉള്ളുകാഞ്ഞു തുടങ്ങി. ഇവിടെ ആളിപ്പടരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സത്യത്തെ തടഞ്ഞു നിർത്തിയ പാരമ്പര്യത്തിന്റെ ശക്തികളെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ മതാടിസ്ഥാനത്തിലല്ല, വിരോധാടിസ്ഥാനത്തിലല്ല, വചനാടിസ്ഥാനത്തിലായി എതിർക്കുന്നത്. ഹല്ലേലൂയ. ഈ വേദപുസ്തകം ഒരു മതത്തിനും എതിരല്ല. ഞാൻ എന്നും സന്തോഷിക്കുന്ന കാര്യമുണ്ട്, ഭാരതീയനായതിൽ. ലോകത്തിലെ ഏറ്റവും വലിയ മതം ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മള്. ബഹുഭൂരിപക്ഷ മതം, ഇവിടുത്തെ 5-6 പേര് നമ്മളെ വിഡ്ഢികളാക്കുമെങ്കിലും ഇവിടുത്തെ ബഹുഭൂരിപക്ഷ മതം പലതിനെ ഉൾക്കൊള്ളുന്നതാ. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിൽ ഇറങ്ങി വന്നത് ഒരു മതം സ്ഥാപിക്കാനായിരുന്നെങ്കിൽ ഈ ഭാരതീയനായ ഞാൻ അതിനകത്ത് പോത്തില്ലായിരുന്നു. പക്ഷേ ഒരു മതം സ്ഥാപിക്കാനല്ല, രക്ഷ വെളിപ്പെടുത്താനാണ് യേശു വന്നത് കൊണ്ട് ആ യേശുവിനെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉള്ളുകാളി അഹരോൻ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? മോശ വരും, അതുവരെ കാത്തു നിൽക്കാൻ പറഞ്ഞാൽ ജനം തിരിച്ച് മിസ്രയീമിലോട്ട് പോവും. ജനത്തെ കയ്യിന്ന് പോമെന്ന് കരുതി മാനിപ്പുലേഷൻ നടത്തി സത്യത്തെ അടച്ചു വെക്കുന്നവരെ നിങ്ങൾക്കയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. സത്യമറിയാത്തവന്റെ കഷ്ടം ചെറുത്. യേശു വിളിച്ചു പറഞ്ഞു, ഹേ കഫർനഹൂമേ, ഹേ കൊരസീനേ, നിന്നിൽ നടന്ന അത്ഭുത പ്രവർത്തികൾ ഹല്ലേലൂയ സോദോമിൽ നടന്നിരുന്നെങ്കിൽ എന്നേ അവര് മാനസാന്തരപ്പെടുമായിരുന്നു. കഫർനഹൂമിലെ ജനമേ, നിന്റെ അടുക്കലേക്ക് സത്യമായവൻ കടന്നു വന്ന് നെടുകയും കുറുകയും നടന്നിട്ടും അവനെ നിഷേധിച്ച നഗരമേ, നിന്റെ ശിക്ഷാവിധി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. സത്യത്തിന്റെ മുഖം തിരിച്ചറിഞ്ഞിട്ടും ഇന്ന് രാത്രിയിൽ ആരെയൊക്കെയോ ഭയന്ന്, എവിടെയൊക്കെയോ ഭയന്ന്, എന്തൊക്കെയോ നഷ്ടങ്ങൾ ഭയന്ന്, ആ നഷ്ടത്തെ യേശുവിനേക്കാൾ വലുതായി നീ കണ്ടെങ്കിൽ നീ നഷ്ടക്കച്ചവടത്തിലാണ്. നിന്റെ സകല നഷ്ടങ്ങളെക്കാളും യേശു മതി എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കാനുള്ള ആർജവം നിനക്കുണ്ടെങ്കിൽ കോടി ദൂതന്മാരുടെ മുമ്പിൽ നിന്നെ ഉയർത്തിപ്പിടിച്ച് സത്യത്തിന്റെ സാക്ഷിക്ക് സ്വർഗം അംഗീകാരം നൽകും. ആരൊക്കെയോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടുമെന്ന് കരുതി സത്യത്തെ മറച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സവിനയം
ഈ വചനത്തിന്റെ പിന്നിൽ നിന്നോട് പറയട്ടെ, നിന്റെ കഷ്ടത്തിന്റെ കാലം ആരംഭിക്കുന്നതിന് മുമ്പേ, ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ വചനത്തിന് മുമ്പിൽ നീ മുട്ടുമടക്ക. ഹല്ലേലൂയ. ജാതിയിലും ഗോത്രത്തിലും ഭാഷകളിലും വംശങ്ങളിലും പെട്ടവർ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പനകളുടെ പിന്നാമ്പുറത്ത് നടക്കുന്നെങ്കിൽ സത്യത്തെ അനുസരിച്ചാണ്. പത്രോസ്ലീഹ മാനസാന്തരം കൊണ്ട് നിർത്തിയില്ല. പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ടവൻ ബാപ്റ്റോ മുങ്ങിപ്പങ്ങണമെന്ന്. അതിന്റെ ഗ്രീക്കോ ലത്തീനോ ഏത് ഭാഷ കൊണ്ടുപോവാ? തിരുസഭ ഒന്നിനെ സത്യമായിട്ട് പരിഗണിക്കണ 3 കാര്യമുണ്ടെങ്കിലേ തിരുസഭ സത്യമായിട്ട് പരിഗണിക്കത്തുള്ളൂ. 1, അത് ഈശോ തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടോ? 2, സ്ത്രീയന്മാർ അത് കൽപ്പിച്ചിട്ടുണ്ടോ? 3, അത് തിരുസഭയുടെ നടപടിയായിരുന്നോ? ഈ 3 കാര്യങ്ങൾക്കും ആമേൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തിരുസഭയുടെ സത്യമാണ്. അല്ലല്ലോ, IPCയുടെ സത്യമാണെന്നല്ല ഞാൻ പറഞ്ഞേ, ഷാരോൺ ഫെലോഷിപ്പിന്റെ സത്യമാണെന്നല്ല പറഞ്ഞ, ക്രിസ്ത്യാനിയുടെ സത്യമാണെന്നല്ല, അത് തിരുസഭയുടെ സത്യമാണ്. സ്നാനപ്പെടണമെന്ന് ഈശോ തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് തുടങ്ങിയത് തന്നെ മുങ്ങിപ്പൊങ്ങി സ്നാനപ്പെട്ട് യോഹന്നാൻ സ്നാപകന്റെ കൈയുടെ കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ ഇങ്ങനെ സർവ്വനീതിയും. അതിന്റെ ഒരു അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ വിചാരിക്കുന്നത് നീതി നിവർത്തിക്കുക മാത്രമല്ല, യോഹന്നാനെ പുറം തട്ടി എവിടെ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ അഭിനന്ദിക്കുക. യോഹന്നാനെ സ്നാനം നടത്തുക എന്ന ഇങ്ങനെ നടത്തേണ്ടത്. അതാ ശരിക്കും പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ സർവ്വനീതിയും നടത്തുക എന്ന് പറഞ്ഞാൽ സ്നാനം നടത്തുക ഇങ്ങനെ അല്ല, തളിക്കുകയും മേളിൽ കൂടെ ഒഴിക്കുകയും അങ്ങോട്ട് തെക്കോട്ടും അങ്ങനെയുമല്ല, മുക്കി പൊക്കി എടുക്കണം. ബാപ്റ്റോ ഈ ധാതു ഉപയോഗിച്ചത് മുക്കി എടുത്ത് യോഹന്നാനെ നീ ചെയ്യുന്ന ശരി. അതുകൊണ്ടാണ് പോകുന്നതിന് മുമ്പേ തമ്പുരാൻ ഒരു കൽപ്പന കൊടുത്തു. ഹല്ലേലൂയ. ഈ കൽപ്പനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ വചനം സത്യം. ആ സത്യം നിങ്ങളെ വിധിക്കുമെന്ന് പറഞ്ഞ യേശു പറഞ്ഞു, ഭൂലോകത്തിൽ എങ്ങനെയും പോയി സുവിശേഷം പറയണം. സുവിശേഷം പറഞ്ഞ് യേശുവിനെ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുക്കി പൊക്കി സ്നാനപ്പെടുത്തണമെന്ന് യേശു കൽപ്പിച്ചിട്ടുണ്ട്. യേശു കൽപ്പിച്ചിട്ടുണ്ട്. നോ ഓപ്ഷൻ, ദാറ്റ്സ് എ കമാൻഡ്. അതൊരു കൽപ്പനയാണ്. കൃപയാൽ ഈ കൽപ്പന തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച 2 കരവും ഉയർത്തിപ്പിടിച്ച് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇന്ന് രാത്രി ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നപ്പം ചെരുപ്പിന്റെ ഏറ് കിട്ടിയവരുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്താക്കിയവരുണ്ട്. പേടിക്കണ്ട, ലോകത്തിലെ സർവ്വവാതിലും അടഞ്ഞാലും സ്നാനത്തിന്റെ അന്ന് വേറൊരു വാതിൽ തുറക്കും. അത് സ്വർഗത്തിന്റെ വാതിലാണ്. യേശു സ്നാനപ്പെട്ട ഉടനെ സ്വർഗം തുറന്നു. ലോകത്തിലെ സർവ്വവാതിലുകളും നിനക്കെതിരെ അടച്ചാലും സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ അത് മതി. ലോകത്തിന്റെ മുഴുവൻ വാതിലും അടഞ്ഞാലും ഒരു ദിവസം അത് മുഴുവൻ ലോകത്തിന്റെ തുറന്ന വാതിലുകൾ അടയ്ക്കും. എന്നാൽ സ്വർഗത്തിന്റെ വാതിലിനെ അടയ്ക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഈശോ തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്, സ്ലീഹന്മാര് കൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ ധന്യനായ പൗലോസ് സ്ലീഹ കൽപ്പിച്ചു, ധന്യനായ പത്രോസ് സ്ലീഹ കൽപ്പിച്ചു. ഇങ്ങനെ സ്ലീഹന്മാരുടെ നിര തന്നെ ഇത് കൽപ്പിച്ചിട്ടുണ്ട്. ആദിമസഭ ഇത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 2, 3, 4, 5, 9 അങ്ങ് കിടക്കുകയല്ലേ. 5000, 7000 യെരുശലേം മുഴുവൻ ഇങ്ങനെ തിരുസഭ അംഗീകരിക്കുന്ന സത്യത്തിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം വിധികർത്താവിന്റെ മുമ്പിൽ എപ്പോഴെങ്കിലും നിൽക്കേണ്ടി വരുമ്പോൾ സത്യമായ വിധിക്ക് മുമ്പിൽ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചവരെ ഇന്ന് രാത്രിയിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സത്യത്തിന്റെ വെളിപ്പാട് ചിലർക്ക് ലഭിക്കാൻ പോകുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദേശത്തിന്റെ നടുവിൽ ഈ വെളിപ്പാട് പുറത്തു കൊണ്ടുവന്ന് അവരെ കൃപയിലേക്ക് പുറത്തു കൊണ്ടുവരട്ടെ. Praise the Lord. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കുള്ള മുന്നോട്ടുള്ള ഗമനത്തെ വിളിച്ചു പറയാൻ തക്കവണ്ണം ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തും. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവം തന്നെ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ഒരു മനോഹരമായ നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുക. Praise the Lord. ഇന്ന് രാത്രി ആ പ്രത്യാശ നഷ്ടപ്പെടരുത് ദൈവമക്കളുടെ. ആ നഗരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ് ഉള്ളിലോട്ടൊക്കെ കിടക്കാം. ഒരു പരിമിത സമയമൊക്കെ ഉണ്ട്, എനിക്കറിയാം. എന്നാലും അത്യാവശ്യം ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, 4 വാക്ക് പറഞ്ഞ അവസാനത്തെ രാത്രിയുമാണ്. നാളെ ഞായറാഴ്ചയാണെന്നൊക്കെ എനിക്ക് അറിയാൻ വയ്യാണ്ടൊന്നും അല്ല. സമയത്തൊക്കെ ഞാൻ നിർത്തിക്കോളാം. പ്രൈസ് ദി ലോർഡ്.
ഈ മഹാനഗരത്തിന് നമ്മുടെ മുണ്ടിയപ്പള്ളിന്ന് ഒരു ടേപ്പ് പിടിച്ച നമ്മുടെ ഡൽഹി വരെ നീളവും ഡൽഹി വരെ ഉയരവും ഡൽഹി വരെ പൊക്കവുമുള്ളതായ വീതിയുമുള്ളതായ ഒരു മഹാനഗരമാ പുതിയ യെരൂശലേം. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ സാറിന്റെ ഭാഷ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത് 10,000 കോടി ഫ്ലാറ്റ് പണിഞ്ഞാൽ അതിനകത്ത് നിറഞ്ഞു നിൽക്കുമെന്നാ പറയുന്നത്. 10,000 കോടി ഫ്ലാറ്റ് പണിഞ്ഞാൽ അതിനകത്ത് 10,000 കോടി ജനങ്ങൾ പാർക്കാം. ഇന്ന് വരെ ഭൂമിയിൽ 6,000 കോടി ജനങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് സ്ഥലമില്ലെന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. സ്ഥലം അതിനകത്ത് ഇഷ്ടം പോലുണ്ട്. 6,000 കോടി ഇന്ന് വരെയുള്ളൂ. നമ്മുടെ ഇന്ത്യ 110 കോടി ജനം. നമ്മുടെ മഹാനഗരമായ മുംബൈയിൽ, താക്കറയുടെ അഴിഞ്ഞാടിയ മുംബൈയില് അവിടെ 1.25 കോടി. നമ്മുടെ കൊൽക്കത്തയിലെ 1.5, നമ്മുടെ ചെന്നൈയിലെ 85 ലക്ഷം, നമ്മുടെ കൊച്ചിയിലെ ഒരു 26 ലക്ഷം ഒക്കെ വന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പം 10,000 കോടി ജനങ്ങൾ പാർക്കുന്ന നഗരം എത്ര വലുതായിരിക്കും? ഇന്ന് രാത്രി സാമാന്യം നല്ല ജനക്കൂട്ട യോഗത്തിനുണ്ട്. എത്ര ലൈറ്റും ട്യൂബ് ലൈറ്റും നമ്മുടെ സഹോദരന്മാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തന്നെ വെള്ളമെടുത്തുള്ളവർക്ക് ഇച്ചിരൂടെ വെട്ടം ഉണ്ടായിരുന്നേ കൊള്ളാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 10,000 കോടി ജനങ്ങൾ പാർക്കുന്ന ഈ മഹാനഗരത്തിൽ എത്ര ട്യൂബ് ലൈറ്റ് വേണം? എത്ര ഹാലജൻ ലാമ്പ് വേണം? ഇതെല്ലാം പ്രവർത്തിപ്പിക്കണേ എത്ര മനോഹരമായ പവർ സ്റ്റേഷനുകൾ വേണം? എന്നാൽ പുതിയ യെരൂശലേം എന്ന മഹാനഗരത്തിൽ രണ്ടാമതൊരു വെട്ടമില്ല, രണ്ടാമതൊരു ട്യൂബ് ലൈറ്റ് ഇല്ല, രണ്ടാമതൊരു വിളക്കില്ല. അവിടുത്തെ വിളക്ക് ആരാന്നറിയാമോ? ഇന്ന് രാത്രിയിൽ നീ സ്തോത്രം ചെയ്ത് ആരാധിക്കുവാൻ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചതും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി കുലക്കളത്തിൽ അറുക്കപ്പെട്ടതുമായ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിതാവായ ദൈവം ഉയർത്തിയിട്ട് തന്റെ തേജസ്സിന്റെ ഇരിപ്പിടത്തിൽ വലത്തുഭാഗത്ത് ഇരുത്തി കഴിഞ്ഞപ്പോൾ യേശുവിൽ പ്രകാശിച്ച അതേ തേജസ്സാണ് 24 മണിക്കൂറും പുതിയ യെരൂശലേമിനെ പ്രകാശിപ്പിച്ച് അതിന്റെ പരിസ്ഥിതിയെ പോലും മാറ്റിമറിക്കുന്ന മഹാ തേജസ്സാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ തേജസ് എത്ര വലുതായിരിക്കും? യേശുവിന്റെ തേജസ് എത്ര ഭയങ്കരമായിരിക്കും? പിന്നെ വരുമ്പോ തോമസ് ഫിലിപ്പിനോട് ഒരു ചോദ്യം കാണും. ഞങ്ങളുടെ സൂര്യൻ, ഒരു കൊച്ചു സൂര്യൻ, ഉണ്ണി സൂര്യൻ മേളിൽ ഇരുന്നോണ്ട് 50 ഡിഗ്രി കൂടുതലൊന്ന് ചൂട് പിടിച്ചാൽ പിന്നെ ഞങ്ങൾ പറയും എന്തോ ഒരു ചൂട്, AC ഇല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാനൊക്കത്തില്ല എന്നൊക്കെ ഭയങ്കര പരാതിയാ. ഒരു 56 ഡിഗ്രി വന്ന് നേരെ താഴോട്ട് ഇറങ്ങി നിന്ന് അടിച്ച് താഴെ പോവും. അതാ സൂര്യതാപം. അപ്പൊ നമ്മുടെ ഒരു ഉണ്ണി സൂര്യന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ 10,000 സൂര്യന്മാരുടെ പ്രഭാവമുള്ള നമ്മുടെ കർത്താവ് ഈ ഭൂമി ഇറങ്ങി വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് യോഹന്നാൻ മാറോട് ചാരി കിന്നാരം ചോദിച്ചത് എങ്ങനെയാ പാസ്റ്ററെ? എനിക്ക് എന്നാ കിട്ടുമെന്ന് പത്രോസൊക്കെ ഇടയ്ക്ക് ചോദിച്ചല്ലോ. അത് മാത്രമല്ല, ഏറിയോന്ന് മുതൽ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാതെ വന്നപ്പം ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്കൂടെ എഴഞ്ഞ് ഒരു സഹോദരി ആ ഉടുപ്പിന്റെ അറ്റത്ത് കയറി പിടിച്ചപ്പം ആ ചൂട് കൊണ്ട് അവക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാ ഇന്ന് രാത്രി ഒറ്റ മറുപടിയെ നന്ദിയോടെ പറയാനുള്ളൂ. ഈ തേജസ്സാകുന്ന കർത്താവ് ഈ മണ്ണി നമുക്ക് തൊടാൻ പാകത്തി, നമുക്ക് പിടിക്കാൻ പാകത്തി, നമ്മുടെ തൊടാൻ പാകത്തി ഈ ലോകത്ത് ഇറങ്ങി വന്നപ്പം തന്റെ ദേഹമെന്ന തിരശീല കൊണ്ട് തന്റെ തേജസ് പൊതിഞ്ഞിറങ്ങി വന്നതുകൊണ്ട് പീലാത്തോസ് അടിക്കാൻ മുതിർന്നത്. ഒറിജിനൽ സൂര്യനെ തൊടാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ ഭസ്മമായി പോയനെയും. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേണ്ടി തന്റെ ദേഹമെന്ന തിരശീല കൊണ്ട് തന്റെ തേജസ്സിനെ പൊതിഞ്ഞ്, ഹല്ലേലൂയ, വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തിരുന്ന പഴയ നിയമത്തിലെ നിഴലായ ശെഖേന ഇറങ്ങി വന്ന സാക്ഷ്യപ്പെട്ടകോ കൃപാസനോ ഏതെങ്കിലും സമയത്ത് പുറത്തു കൊണ്ടുപോണ ചുമ്മാതെ മുഴുവനെ എടുത്തുകൊണ്ട് പോത്തില്ല. വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ മറച്ചിരുന്ന മൂടുശീല, 4 കുതിര പിടിച്ചാലും കീറാത്ത മൂടുശീല പൊതിഞ്ഞുകൊണ്ട് പുറത്തു പോകുന്ന അതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ ഈ താണ മണ്ണിലേക്ക് ഈ പാവപ്പെട്ട തോമസ് ഫിലിപ്പിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ഇറങ്ങി വന്നപ്പോ തന്റെ ദേഹമെന്ന തിരശീല കൊണ്ട് തന്റെ ശരീരം പൊതിഞ്ഞ് തന്റെ ചോരയൊഴുക്കി തന്റെ ശരീരത്തിൽ അടിപ്പാടേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ ഇടയായി തീർന്നത്. അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന ഞങ്ങളെ വീണ്ടെടുക്കാൻ ഒരു മനുഷ്യന്റെ ചോരയ്ക്കും കഴിയാത്തപ്പോൾ തേജസ് പൊതിഞ്ഞ ശരീരം കൊണ്ട് ഈ മണ്ണിൽ ഇറങ്ങി വന്നത് കൊണ്ടാണ് ചത്താലും സത്യം വിളിച്ചു പറയുന്നത്. ഈ യോഗത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ 2 പേരെ ഉള്ളെങ്കിൽ ഞാൻ ഇതേ ആവേശത്തിൽ പ്രസംഗിച്ചേനെ. ആരെയില്ല, 2 പേരെ ഉള്ളെന്ന് വെച്ചാൽ ഈ ആവേശത്തിൽ അതാ ചോര തന്നവനോടുള്ള നന്ദി. ഈ സ്വോത്രത്തിന്റെയൊക്കെ ശബ്ദം ഉയർത്താൻ തമ്പേറൊന്നും വേണ്ട.
ജെയിംസ് പാസ്റ്ററുടെ ശബ്ദമൊന്നും വേണ്ട. ഉള്ളത്തിനകത്ത് ചോര നിന്ന് വീണ്ടെടുത്തവനോട് നന്ദി ഉയർന്നു കഴിഞ്ഞാൽ അവന്റെ ഹല്ലേലൂയ ശബ്ദത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ല. തന്റെ തേജസ്സിനെ പൊതിഞ്ഞ് ഈ മണ്ണിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വന്നതിന് വീണ്ടെടുപ്പ് പ്രാപിച്ചവരെ ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ ഈ ദേശം കേൾക്കുമാറ് വീണ്ടെടുപ്പിന്റെ ഘോഷത്തോടുകൂടെ എന്നെ വീണ്ടെടുത്തത് പൊന്നല്ല വെള്ളിയല്ല, തേജസ്സിന്റെ മുഴുവൻ കേദാരമായിരുന്ന എന്റെ കർത്താവ് ദേഹമെന്ന തിരശീല കൊണ്ട് പൊതിഞ്ഞിവിടെ ഇറങ്ങി വന്നുകൊണ്ടാണ് എനിക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്. ഇനി അവന്റെ മഹത്വത്തിന്റെ വേറൊരാഴം പറയാം. വാക്യം ഞാൻ അങ്ങ് ഉദ്ധരിക്കാം. ഫിലിപ്പിയ ലേഖനം 3:20-21. സ്തോത്രം. നമ്മുടെ പൗരത്വമോ ഹല്ലേലൂയ. മറന്നു പോയോ ആരെങ്കിലും അത്? ഹല്ലേലൂയ. മറന്നു പോകരുത് അത്. നമ്മൾ ഇവിടൊക്കെയാ ജീവിക്കുന്നെങ്കിലും പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണല്ലോ. സ്വർഗം, നരകം, ഇതൊക്കെ ഒരു അപൂർവമായിട്ട് കേൾക്കുന്ന സമയമാണല്ലോ. ഇവിടെ നമ്മളെ ഒരുമാതിരി കണ്ണി പൊടിയിട്ട് വിടുതലെന്നൊരു അറിയാത്ത ഒരു വാക്ക് കയറി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ നിന്നൊക്കെയുള്ള വിടുതൽ ലഭിക്കാതെ വേറെ എന്നാ വിടുതൽ കിട്ടിയാൽ എന്നാ? പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഇടയ്ക്ക് മറന്നു പോകരുത് നമ്മുടെ പൗരത്വമോ നിത്യതയെക്കുറിച്ച് മറന്നു പോകരുത്. നിത്യതയെക്കുറിച്ച് തിരിച്ചറിയാതെ ഇരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയിടെ ഒരു ബൈബിൾ സ്കൂളിലെ അധ്യാപകൻ ഉൾപ്പെടെ യെരുശലേമിൽ യേശു ജീവിച്ച സ്ഥലം സന്ദർശിക്കാൻ ചെന്നു. അപ്പൊ അവിടെയുള്ള ഗൈഡ് പറഞ്ഞു കൊടുത്തു, ഇവിടെ കർത്താവ് ജനിച്ചത്, ഇവിടാണ് കർത്താവ് ചെന്ന് അത്ഭുതം ചെയ്തത്. ഉടനെ ഇയാൾ ചോദിച്ചെന്നാ പറയുന്നത്, അപ്പൊ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതല്ല ശരിയായില്ലയോ? അതുപോലെ വിശ്വസിക്കുന്ന നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ അതുപോലെ ശരിയാ. നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, സ്വർഗത്തില. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ ക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. പോട്ടെ, ഞാൻ അതല്ല പ്രസംഗിക്കാൻ പോകും. അടുത്ത വാചകം, അതൊരു ഭാവികാലമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അവൻ പ്രൈസ് ദി ലോർഡ് തന്റെ മഹത്വമുള്ള അവന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ തന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ളതിനെ നമ്മുടെ മഹത്വത്തോട് അനുരൂപമാക്കാൻ കഴിവുള്ളതാണ് അവന്റെ മഹത്വത്തിന്റെ ശക്തി. ആ വാക്യം ഇങ്ങനെയാ കൃത്യമായിട്ട്, അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തന്റെ വ്യാപാര ശക്തി. മനസ്സിലായോ? ലോകത്തിലെ ഏറ്റവും വലിയ തിരമാലെ കീഴമർത്താൻ കഴിയുന്ന ഒരു ശക്തിയേ ഉള്ളൂ, അത് യേശുവിന്റെ മഹത്വമാണ്. ഏറ്റവും വലിയ രോഗത്തെ കീഴടക്കാൻ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് യേശുവിന്റെ മഹത്വമാണ്. വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി. ഇന്ന് രാത്രി അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ എന്റെ താഴ്ചയുള്ള ചില വിഷയങ്ങളെ, എന്റെ ബലഹീനമായ വിഷയങ്ങളെ തന്റെ മഹത്വത്തിനനുസരിച്ച് കർത്താവ് രൂപാന്തരപ്പെടുത്താൻ പോവാ. കാനായിലെ വീട്ടിൽ രൂപാന്തരപ്പെടുത്തിയ ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് അവന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകും. ഒത്തിരി വിശദാംശങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി ദൂത് അവസാനിപ്പിക്കാം. കർത്താവ് കാനായിലെ വീട്ടിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒറ്റ കാര്യം. യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും അപ്രസക്തമായ സ്ഥലങ്ങളിലൊന്നായിരുന്നു കാന. അതുകൊണ്ടാണ് യേശുവിന്റെ സഹോദരന്മാർ ജീവിച്ചിരുന്നപ്പോ കർത്താവിനോട് പറഞ്ഞു, നീ കപർന്നഭൂമിലും ഇവിടെ കിടന്ന് ഗലീലെ കിടന്ന് കറങ്ങരുത്. നിനക്ക് എന്തെങ്കിലും അത്ഭുതം ചെയ്യണം, യെരുശലേമിൽ ചെന്ന് ചെയ്യണം, എന്നാലേ നീ പ്രസിദ്ധനാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പ്രസിദ്ധനാകാൻ അരങ്ങേറ്റം കുറിക്കാൻ പറ്റിയ സ്ഥലം കാനായല്ല, പറ്റിയ സ്ഥലം യെരുശലേമാണ്. കാരണം അത് അപ്രസക്തമായ സ്ഥലമാണ്, അത് അപ്രസിദ്ധിയുള്ള സ്ഥലമാണ്, ഇൻവാലിഡ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മഹത്വം ആദ്യമായി വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുത്ത സ്ഥലം മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചുള്ളതല്ല, മറിച്ച് ലോകം മുഴുവൻ അപ്രസക്തമെന്നും ലോകം മുഴുവൻ അപ്രസിദ്ധമെന്നും കണക്കെഴുതിയ ഒരു ഗ്രാമത്തിലെ ഒരു അപ്രസക്തമായ ഒരു വീട്ടിന്റെ അകത്താണ് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ തെരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ പ്രസക്തിയല്ല, പ്രസിദ്ധിയല്ല, ഇന്ന് രാത്രിയിൽ നീ ആയിരിക്കുന്ന തലത്തിൽ ഇറങ്ങി വന്ന്, ആയിരിക്കുന്ന ഇടത്തിറങ്ങി വന്ന് മഹത്വം, തന്റെ മഹത്വം കർത്താവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തും.
അത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ആ വീട്ടിനകത്തെ അപ്രസക്തിക്കകത്ത്, ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ആ വചനം പറയുമ്പോൾ ഇങ്ങനെ കൂടെ പറയാറുണ്ട്, പൂജ്യത്തിന്റെ വില കണ്ടുപിടിച്ചത് ഭാരതീയരാന്നേ, ഒന്നിന്റെ വില കണ്ടുപിടിച്ചത് നമ്മുടെ കർത്താവാ. 99 ആടും അകത്തുണ്ട്, ഒരെണ്ണം പുറത്താണെങ്കിലും ആയുസ് യോഗത്തിന് വരാത്ത ഈ തോമാച്ചനാടിന് വേണ്ടി രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് നടന്നവനായി ഇടയൻ. കാരണം ഒന്നിന്റെ വില സ്വർഗത്തിനറിയാം. ഈ ഒന്നിന്റെ വില അറിയാവുന്നത് കൊണ്ട് കുടുംബത്തിലെ ഈ ഒറ്റയെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്, വീട്ടിലെ ഒറ്റയെ പിടിച്ച് കൊണ്ടിരിക്കുന്നത്, ഒറ്റപ്പെട്ടവനെ കുറിച്ച് കർത്താവിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, യെരുശലേമിൽ നിന്ന് ഒരു 75 മൈൽ പടിഞ്ഞാറോട്ട് എന്നാൽ അവിടെ ആർക്കും വേണ്ടാത്ത ഒരു കോളനി ഉണ്ട്, ലോദേബാർ എന്ന് ആ പറയുന്ന സ്ഥലം. അവിടെ ജീവിതത്തിലെ മുഴുവൻ നഷ്ടവും സംഭവിച്ച് മുടന്ത് കാലോടുകൂടെ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. അവന് പാരമ്പര്യം ഒത്തിരി പറയാനുണ്ട്. വല്യപ്പച്ചൻ രാജാവായിരുന്നു, അപ്പച്ചൻ രാജ്യത്തെ കിരീടം വെക്കാത്ത രാജകുമാരനായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നിനും കൊള്ളാത്തവനായിട്ട്, അപ്രസക്തനായി, ഇൻവാലിഡായി, അവനെ കുറിച്ച് അവൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനൊരു ചത്ത നായാന്ന്. അവനെ കുറിച്ച് പോലും അഭിപ്രായം നഷ്ടപ്പെട്ട് ഇൻവാലിഡ് എന്ന് കരുതി ലോദേബാറിലെ അമ്മീനാദാബിന്റെ വീട്ടിൽ പാർത്തിരുന്ന ഒരു 2 കാലം മുടന്തനായ ഒരു മനുഷ്യനുണ്ടല്ലോ. ഒരു ദിവസം അവന്റെ വീടിന്റെ മുമ്പിൽ, താമസിച്ച കോളനിക്ക് മുമ്പിൽ, അപ്രസക്തമായ അവന്റെ വീടിന്റെ മുമ്പിൽ ദാവീദിന്റെ കൊടിയടയാളമുള്ള മിസ്രൈമിലെ കുതിരകളെ പൂട്ടിയതായ ഒരു രഥം അവന്റെ മുമ്പിൽ കടന്നു ചെന്നു. എന്തിനാണെന്നറിയാമോ? സീബ എന്ന സേവകനിലൂടെ അവനെ പൊക്കിയെടുത്ത് അവന്റെ ശരീരം ക്ലീനാക്കി രാജകീയ വസ്ത്രം കൊടുത്ത് ദാവീദിനോടുകൂടെ യെരുശലേമിൽ ഇരുത്തി രാജകീയ അനുഭവം പങ്കിടുന്നതിനാണ് അപ്രസക്തനായതിനു വേണ്ടി ദാവീദ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിന്റെ രഥം നിന്റെ അരികിലേക്ക് ചാടി ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ രഥചക്രം സുവിശേഷത്തിലൂടെ, യേശുവിലൂടെ നിന്റെ അടുക്കൽ വരികയാ. എന്തിന്? നീ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് നിന്നെ പോക്കിയെടുത്ത് തന്റെ മഹത്വത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുത്താനാണ്. ഇനിയും നീ നോ മോർ ഇൻവാലിഡ്, നോ മോർ അപ്രസക്തൻ. ഇന്ന് രാത്രി നിന്നെ പൊക്കിയെടുത്ത് രാജകീയ മേശയിൽ ഇരുത്താൻ പോകുകയാണ്. തന്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കണ്ണുകളെ അടച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കാനായിലെ വീട്ടിൽ അപ്രസക്തമായ ഇടത്ത് നമ്മുടെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ അടുക്കൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. തെറ്റിയ കണക്കൂട്ടലിന്റെ മുമ്പിൽ, പോരായ്മകളുടെ മുമ്പിൽ, ക്ഷീണത്തിന് മുമ്പിൽ, താഴ്ചയ്ക്ക് മുമ്പിൽ ഇന്ന് രാത്രി യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തും. അത് വിശ്വസിക്കുന്ന ഒരു കാര്യമൊന്ന് പൊക്കി പിടിച്ചേ. ഇന്ന് രാത്രിയിൽ അവരുടെ ശബ്ദം ഉയർത്തി അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്ത് നിന്റെ മഹത്വം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മഹത്വം, ഞാൻ ഇൻവാലിഡോ, ഞാൻ അപ്രസക്തനോ, ഞാൻ കൊള്ളരുതാത്തവനോ എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയാലും ഇന്ന് രാത്രിയിൽ നിന്റെ ശക്തിയുള്ള കരം എനിക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. അതെ, ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ ഒരു ആത്മീക വിടുതൽ, ഇന്ന് രാത്രി ഒരു ഭൗതിക വിടുതൽ ഇന്ന് രാത്രി യോഗത്തിനുള്ളിൽ നടക്കാൻ പോകുകയാണ്. ചിലരെ കരുണാസമ്പന്നനായ ദൈവം സുവിശേഷ രഥങ്ങളിലൂടെ പൊക്കിയെടുത്ത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നിന്നെ തന്റെ മഹത്വത്തിനനുസരിച്ച് ഇന്ന് രാത്രി ഉയർത്തിയെടുത്ത് സ്വർഗത്തിൽ ഇരുത്താൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് നിന്നെ ആത്മീകമായ സ്വർഗത്തിൽ ഇരുത്താൻ പോവാ. കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്റെ തകർന്ന ചില അവസ്ഥകളിൽ നിന്ന്, എന്റെ തകർന്ന ചില ഭാഗങ്ങളിൽ നിന്ന് ആത്മീകമായി എനിക്കൊരു ഉദ്ധാരണം വേണം. ആത്മീകമായി എനിക്കൊരു ഉദ്ധാരണം വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മനസ്സാന്തരപ്പെടുന്ന ഈ ഉദ്ധാരണമെങ്കിൽ അങ്ങനെ, ഉപദേശ സത്യങ്ങൾ അംഗീകരിക്കുന്ന ഉദ്ധാരണമെങ്കിൽ അങ്ങനെ, ആത്മീക ജീവിതത്തിൽ ഒരു ഉദ്ധാരണമെങ്കിൽ അങ്ങനെ, അങ്ങനെ എനിക്കും എന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി നിന്റെ മഹത്വം വെളിപ്പെടുത്തി ഒരു ഉദ്ധാരണം ആവശ്യമുണ്ടെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തന്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവ സഹോദരന്മാരെ, ഈ തലമുറയിൽ യേശുവിനെ കാണിക്കണമെങ്കിൽ നിന്നിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. നേരത്തെ നീ ചിന്തിക്കാൻ ഞാൻ ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് അല്ല, ഒരുപക്ഷെ എനിക്ക് പ്രസക്തിയില്ല. ഇല്ല കുഞ്ഞെ, ഇന്ന് രാത്രി കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ തന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്തിയാൽ ആ ഗ്രാമത്തിൽ നീ പ്രസിദ്ധനായി തീരും, ആ പട്ടണത്തിൽ പ്രസിദ്ധനായി തീരും. സ്പിരിച്വലായി, ആത്മീകമായി യേശുവിന്റെ ഒരു മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥന ആഗ്രഹങ്ങളോടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ.
ഞാൻ അനേക കാര്യങ്ങൾ ഇന്ന് രാത്രി കാണുക. കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ചിലരുടെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ പൂർണ്ണ ബലത്തോടെ ഇറങ്ങി വരാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് അല്പ മിനിറ്റുകൾ വർഷിപ്പ് ചെയ്ത്, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്മാരെ നമുക്ക് ഒരുമിച്ച് വർഷിപ്പ് ചെയ്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വ്യാപരിക്കണം. ഹല്ലേലൂയ. അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവരെന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കാണ്. ഹല്ലേലൂയ. അസാധാരണമായ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവര് ഇന്ന് രാത്രി യോഗത്തില്, ഹല്ലേലൂയ, സമയം വൈകിയെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എന്നാൽ 5 നിമിഷം നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നൽകിയിരിക്കുകയാണ്. കരം ഉയർത്തിപ്പിടിച്ചാൽ ആത്മീകമായിട്ട് ഇന്ന് രാത്രി എനിക്കൊരു ഉദ്ധാരണം ആവശ്യമാണ് കർത്താവേ, ആത്മീകമായ ഒരു ഉദ്ധാരണം ആവശ്യമാണ്. നിന്റെ കൽപ്പനകൾക്ക് ഞാൻ വിധേയപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവേ, എന്റെ വിഷയത്തിന്റെ മേൽ നിന്റെ മഹത്വം വെളിപ്പെടുത്തണം. ദൈവസഭയുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ മഹത്വം കുടുംബങ്ങളുടെ മേൽ, ശരീരത്തിന്റെ മേൽ, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തണം. അതിന് പ്രാർത്ഥന ആവശ്യമുള്ളവരുടെ കരം ഉയർത്തി പിടിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ സഭ. അങ്ങനെ ആഗ്രഹിച്ച് ഒരു പ്രാർത്ഥന കാർഡിൽ നിങ്ങളുടെ തീരുമാനം എഴുതി കൊടുക്കുവാൻ ഇന്ന് രാത്രി ആ കാർഡ് എനിക്കൊന്ന് ലഭിക്കണം. ഇത് വെറുതെയല്ല, വെറും പേരെഴുതി കൊടുക്കുകയല്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിനൊരു മഹത്വം കർത്താവ് വെളിപ്പെടുത്തും. എനിക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന വേണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ സഹോദരന്മാർ വേഗത്തിൽ ആ കാർഡ് തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഉയർത്തിപ്പിടിച്ചാട്ട്. ഹല്ലേലൂയ. വേഗത്തിൽ എഴുന്നേറ്റ് ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന ആവശ്യമുള്ളവര്, ഇന്ന് രാത്രി ദൈവത്തിന് വിടുതൽ ആവശ്യമുള്ളവര്, കർത്താവ് നിന്റെ മഹത്വം എന്റെ വിഷയത്തിൽ വെളിപ്പെടുത്തണം. ദൈവം എനിക്ക് നൽകിയ കൃപയിൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ പോകുകയാണ്. നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയാൽ നീ നിന്നെ നിന്ദിക്കപ്പെടുന്നില്ല. ഞാൻ ആ വിഷയത്തിലെ ആഴത്തിലോട്ടൊന്നും കടക്കുന്നില്ല. നീ അപമാനിക്കപ്പെടത്തില്ല. നീ വന്ദിതനാകാൻ പോകുകയാണ്. ഇന്ന് രാത്രി ശരീരങ്ങളുടെ മേൽ, വിഷയങ്ങളുടെ മേൽ ഒരു വിടുതൽ ആവശ്യമുള്ള